വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. ബോയ് ഫോറൻ എന്ന ഡ്രാമയുടെ ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കൈറോ ഗേൾ ഫ്രണ്ട് ആകാൻ ക്ഷണിച്ചെങ്കിലും ഞാനിപ്പോൾ ബാഡ്സുമായി ബ്രേക്കപ്പ് ആയതല്ലേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ ഫീലിങ്സിനെ കുറിച്ച് എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് കുറച്ച് സമയം വേണമെന്ന് ലിസ് അവനോട് പറയുന്നു. ബാഡ്സിൻ്റെ പെട്ടെന്നുള്ള കൺഫെഷനിൽ സ്മൈലും ആകെ കൺഫ്യൂസ് ആയിരിക്കുകയാണ്. ഇപ്പോൾ പെട്ടെന്നൊരു തീരുമാനം എടുക്കണ്ട, കോൺട്രാക്ട് അവസാനിച്ച് കഴിഞ്ഞ് മറുപടി തന്നാൽ മതിയെന്ന് ബാഡ്സ് അവളോട് പറയുന്നു. കൈറോ വീട്ടിലെത്തിയ ശേഷം ലിസിനെ വീഡിയോ കോൾ ചെയ്ത് കോളേജിൽ അടുത്ത ആഴ്ച നടക്കുന്ന മ്യൂസിക് കോൺടെസ്റ്റിൻ്റെ പ്രാക്ടീസ് നാളെയുണ്ട്. പ്രാക്ടീസ് കാണാനും മത്സരം കാണാനും നിനക്ക് വരാൻ പറ്റുമോ? നീ അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് നല്ല എനർജി ഉണ്ടാകും. മാത്രമല്ല, ഞാൻ മത്സരത്തിന് പാടാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാട്ട് നീ കേൾക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോൾ പാടി കേൾപ്പിക്കട്ടെ എന്നവൻ ചോദിക്കുന്നു. കാണാൻ വരുന്ന കാര്യം ആലോചിക്കാമെന്നൊക്കെയാണ് ലിസ് ആദ്യം പറഞ്ഞതെങ്കിലും വരാമെന്ന് അവസാനം സമ്മതിക്കുന്നുണ്ട്. കൈറോ ഫോണിലൂടെ പാട്ട് അവളെ പാടി കേൾപ്പിക്കുന്നു. പാട്ട് കേട്ടുകൊണ്ട് ബെഡിലേക്ക് കിടന്ന ലിസ് അറിയാതെ ഉറങ്ങിപ്പോകുന്നുണ്ട്. മുറിയിലേക്ക് നടക്കുമ്പോൾ ബാഡ്സിൻ്റെ കാര്യം മുന്നേ അറിഞ്ഞാൽ എന്താകും അവസ്ഥ എന്ന ചിന്ത ശരിക്കും അലട്ടുന്നുണ്ട്. കോൺട്രാക്ട് കഴിയുമ്പോൾ ബാഡ്സുമായുള്ള കോൺടാക്റ്റും അവസാനിപ്പിക്കണമെന്ന് ഉന്നി പറഞ്ഞത് അവൾക്ക് ഓർമ്മ വരുന്നു. അവൾ മുറിയിലേക്ക് കയറിച്ചപ്പോൾ ഉന്നി എന്തോ ഒളിപ്പിക്കുന്നത് കണ്ട് എന്താണെന്ന് അവൾ അന്വേഷിക്കുന്നു. ഉന്നി എന്തൊക്കെയോ കള്ളം പറഞ്ഞത് മറയ്ക്കാൻ ശ്രമിച്ചെങ്കിലും സ്മൈൽ ഇത് കണ്ടുപിടിക്കുന്നു. നിനക്ക് ബർത്ത്ഡേ പ്രസൻറ്റ് ആയി ഞാൻ തരാമെന്ന് കരുതിയതാണ്. വിലക്കുറവ് കണ്ടപ്പോൾ നേരത്തെ വാങ്ങിയതാണ്. ഇപ്പോൾ നീ കണ്ട സ്ഥിതിക്ക് ഞാൻ ഇതിപ്പോഴേ തന്നേക്കാമെന്ന് പറഞ്ഞ് ഉന്നി അത് സ്മൈലിന് നൽകുന്നു. ഒരു മേക്കപ്പ് ബോക്സ് ആയിരുന്നു അത്. കൈറോയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്ന് ഉന്നി ചോദിച്ചപ്പോൾ എന്നെക്കൊണ്ട് അത് നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് കള്ളം പറഞ്ഞ് സ്മൈൽ ഒഴിഞ്ഞു മാറുന്നു. രാത്രി ഉന്നി ഉറക്കം പിടിച്ചു കഴിഞ്ഞപ്പോൾ സ്മൈലിന് ബാഡ്സിൻ്റെ കോൾ വരുന്നുണ്ട്. അവൾ കട്ടിലിൽ നിന്നിട്ട് മുറിയുടെ ഒരു മൂലയ്ക്ക് പോയി നിന്ന് ശബ്ദം താഴ്ത്തി അവനോട് സംസാരിക്കുന്നു. മ്യൂസിക് കോൺടെസ്റ്റിൽ ബാഡ്സും പങ്കെടുക്കുന്നുണ്ട്. നാളെയാണ് അവൻ്റെ പെർഫോമൻസ്. അത് കാണാൻ വരണേന്ന് പറയാനാണ് ബാഡ്സ് അപ്പോൾ വിളിച്ചത്. വരാമെന്ന് സംബന്ധിച്ച് സ്മൈൽ ഫോൺ വയ്ക്കുന്നു. കുഞ്ഞ് രാവിലെ പോകാൻ റെഡിയായപ്പോഴും സ്മൈൽ എഴുന്നേറ്റിരുന്നില്ല. അവളെ വിളിച്ചുണർത്താൻ തുടങ്ങിയപ്പോഴാണ് അവൾക്ക് നല്ല ടെമ്പറേച്ചർ ഉണ്ടെന്ന് ഉന്നി അറിയുന്നത്. സ്മൈൽ അപ്പോഴേക്കും ഉണർന്നെങ്കിലും എഴുന്നേൽക്കണ്ട, റെസ്റ്റ് എടുത്താൽ മതി, ഞാൻ പോയി മരുന്നും ഫുഡും വാങ്ങി വരാമെന്ന് പറഞ്ഞ് ഉന്നി പുറത്തേക്ക് പോകുന്നു. സ്മൈൽ അവിടെ തന്നെ കിടന്ന് ഒന്നുകൂടി മയങ്ങാൻ തുടങ്ങുമ്പോഴാണ് എൻ്റെ പെർഫോമൻസ് 6 മണിക്കാണ് എന്ന് പറഞ്ഞ് ബാഡ്സിൻ്റെ മെസ്സേജ് വന്നത്. എനിക്ക് അപ്പോഴേക്ക് പോകാൻ പറ്റുമെന്ന് സ്മൈൽ സംശയിക്കുന്നുണ്ട്. കൈറോയുടെ ഫൈനൽ റിഹേഴ്സൽ കാണാൻ ലിസും വന്നിരുന്നു. അവൻ പാടിക്കഴിഞ്ഞപ്പോൾ കുറേ ഫാൻ ഗേൾസ് കുറേ സമ്മാനങ്ങളുമായി അവൻ്റെ ചുറ്റും കൂടുന്നുണ്ട്. കൈറോ അവരോട് സ്വീറ്റായി സംസാരിക്കുന്ന കണ്ട് ലിസിന് ദേഷ്യം വരുന്നു. അവൾ യാത്ര പോലും പറയാൻ നിൽക്കാതെ പുറത്തേക്ക് പോകുന്നു. കൈറോ അവളുടെ പുറകെ ചെന്നപ്പോൾ നിനക്ക് സപ്പോർട്ടിന് ആവശ്യത്തിന് ഫാൻസ് ഉണ്ടല്ലോ, എൻ്റെ ആവശ്യമില്ലല്ലോ, ഞാൻ പോവുകയാണെന്ന് ലിസ് പറയുന്നു. നിനക്ക് അസൂയാണെന്ന് പറഞ്ഞ് അവൻ കളിയാക്കിയെങ്കിലും ലിസ് അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. വീട്ടിൽ കൊണ്ടാക്കാമെന്ന് കൈറോ പറഞ്ഞപ്പോൾ ഞാൻ തനിച്ചു പോയിക്കോളാം എന്ന് ലിസ് പറഞ്ഞതെങ്കിലും അവനത് കാര്യമാക്കാതെ കൂടെ ചെല്ലുന്നു. നാളെ പ്രോഗ്രാം കാണാൻ വരില്ല എന്ന് പറഞ്ഞാണ് ലിസ് പോയത്. സ്മൈൽ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴേക്കും 5:30 ആകാറായിരുന്നു. ഇനിയാണെങ്കിലും ബാഡ്സിൻ്റെ പ്രോഗ്രാം കാണാൻ പോകാമെന്ന് ചിന്തിച്ച് അവൾ ബെഡിൽ എഴുന്നേറ്റപ്പോഴേക്കും ഉന്നി അവൾക്ക് ഭക്ഷണമായി വരുന്നു. ഇപ്പോഴും പനിയുണ്ട്, നീ ഇത് എങ്ങോട്ട് പോകാനുള്ള പുറപ്പാടാണ്, മര്യാദയ്ക്ക് ഇവിടെ കിടന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് ഉന്നി അവളെ വീണ്ടും കട്ടിൽ പിടിച്ച് കിടത്തുന്നു. നിന്റെ പനിക്ക് ഇപ്പോഴുള്ള മരുന്ന് പോരെന്ന് തോന്നുന്നു, ഞാൻ കുറച്ച് മെഡിസിൻ കൂടി വാങ്ങി ഉടനെ വരാം എന്ന് പറഞ്ഞ് ഉന്നി വീണ്ടും പുറത്ത് പോകുന്നുണ്ട്. സ്റ്റേജിൽ കയറാൻ സമയമായിട്ട് സ്മൈലിനെ കാണാത്തതിനാൽ ബാഡ്സ് ആകെ അസ്വസ്ഥനാകുന്നുണ്ട്. സ്റ്റേജിൽ കയറാൻ ടൈമായി എന്നവൻ അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിലും റിപ്ലൈ ഒന്നും കിട്ടുന്നില്ല. ബാഡ്സ് സ്റ്റേജിൽ കയറിയപ്പോഴേക്കും സ്മൈൽ എങ്ങനെയോ ഓടിപ്പിടിച്ച് അവിടെ എത്തുന്നുണ്ട്. അവളെ കണ്ടതോടെ ബാഡ്സിന് ആശ്വാസമാകുന്നു. അവൻ പെർഫോം ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ അവൻ പാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ക്ഷീണം കാരണം സ്മൈൽ അവിടെ തളർന്നു വീഴുന്നു. അവൾ പിന്നീട് കണ്ണു തുറന്നപ്പോൾ ബാഡ്സിൻ്റെ മുറിയിലായിരുന്നു. അവളെ ശുശ്രൂഷിച്ചുകൊണ്ട് അവൻ തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ഉന്നി ഭ്രാന്ത് പിടിച്ച പോലെ നീ എവിടെയാണെന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അവസാനം ഹോസ്പിറ്റലിലാണ് എന്ന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എന്ന് ബാഡ്സ് അവളെ അറിയിക്കുന്നു. നിന്റെ പാട്ടിനിടയിലല്ലേ ഞാൻ മയങ്ങി വീണത്, പിന്നെ എന്ത് സംഭവിച്ചെന്ന് സ്മൈൽ അവളോട് ചോദിക്കുന്നു. സ്മൈൽ വീണത് കണ്ട് ബാഡ്സ് പാട്ട് നിർത്തി ഓടി വന്ന് അവളെ എടുത്തിരുന്നു. താൻ കാരണം അവൻ്റെ പെർഫോമൻസ് നാശമായതിന് അവൾ സോറി പറയുന്നുണ്ട്. അതൊന്നും പ്രശ്നമില്ല, ഇത്ര സുഖമില്ലായിരുന്നെങ്കിൽ നിനക്ക് പ്രോഗ്രാമിന് വരാതിരുന്നാൽ പോരായിരുന്നു എന്നവൻ ചോദിച്ചപ്പോൾ വരാമെന്ന് നിന്നോട് ഞാൻ വാക്ക് പറഞ്ഞതല്ലേ, പിന്നെ അങ്ങനെ വരാതിരിക്കുമെന്ന് സ്മൈൽ ചോദിക്കുന്നുണ്ട്. ബാഡ്സ് അവളുടെ ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാൻ തുണി നനച്ച് കയ്യിലും മുഖത്തുമൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട്. കഴുത്തിൽ തുടങ്ങിയ ഷർട്ടിൻ്റെ ബട്ടൺ ഉരുക്കി കൊടുക്കാൻ അവൻ പറഞ്ഞപ്പോൾ സ്മൈൽ ഒന്നും പഠിക്കുന്നു. ഞാൻ ഉപദ്രവിക്കുന്നു മേടിച്ചാണ് എന്ന് ബാഡ്സ് ചോദിച്ചപ്പോൾ എനിക്കങ്ങനെ പേടിയൊന്നുമില്ല എന്ന് സ്മൈൽ പറയുന്നു. എങ്കിൽ പിന്നെ അതൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞ് ബാഡ്സ് അവളുടെ മുകളിലേക്ക് കയറിയിരുന്ന് മുഖം പിടിച്ച് അടുപ്പിച്ചിട്ട് ഉറപ്പാണെന്ന് വീട്ടിൽ ചോദിക്കുന്നു. സ്മൈൽ അല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അവൻ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ അവൾക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അവൾ അവനെ കിസ് ചെയ്യുന്നുണ്ട്. ലിസ് അടുത്ത ദിവസം കൈറോയുടെ പ്രോഗ്രാം കാണാൻ കോളേജിലെത്തുന്നു. അവനോട് പുറത്തേക്ക് ഇറങ്ങി വരാൻ ഫോൺ ചെയ്തിട്ട് അവനെ വെയിറ്റ് ചെയ്യുമ്പോഴാണ് ബാഡ്സിൻ്റെ സിസ്റ്റർ അവളെ കണ്ടത്. ബാഡ്സിൻ്റെ പെർഫോമൻസ് ഇന്നാണ് എന്ന് കരുതി അവനെ സപ്പോർട്ട് ചെയ്യാൻ വന്നതായിരുന്നു ബോണി. അവൻ്റെ പെർഫോമൻസ് ഇന്നലെ കഴിഞ്ഞല്ലോ എന്ന് ലിസ് പറഞ്ഞപ്പോൾ പിന്നെ നീ ആരെ സപ്പോർട്ട് ചെയ്യാൻ വന്നതാണ് എന്ന് ബോണി ചോദിക്കുന്നു. ബാഡ്സുമായി ബ്രേക്കപ്പ് ആയ വിവരം ലിസിന് പറയേണ്ടി വരുന്നു. അവൾ ബ്രേക്കപ്പ് ആയതിൻ്റെ കാരണം പറഞ്ഞപ്പോൾ ബാഡ്സ് BFRൽ ജോലി ചെയ്യുന്ന വിവരം ബോണി തുറന്നു പറയുന്നു. എന്നെ സഹായിക്കാൻ വേണ്ടിയാണ് ചേട്ടൻ ആ ജോലി ഏറ്റെടുത്തത്. പുറത്ത് പറയരുതെന്ന് റൂൾസ് ഉള്ളത് കൊണ്ടാണ് ലിസിനോടും ഒന്നും പറയാതിരുന്നത്. പക്ഷേ നിങ്ങൾ ഇതിൻ്റെ പേരിൽ ബ്രേക്കപ്പ് ആയി എന്നറിഞ്ഞപ്പോൾ എനിക്കത് പറയാതിരിക്കാൻ കഴിയുന്നില്ല എന്ന് ബോണി പറയുന്നു. ആ സമയത്താണ് കൈറോ അങ്ങോട്ടേക്ക് വന്നത്. കൈറോ ബോയ് ഫോർ റെൻറ്റിൻ്റെ ഫൗണ്ടറാണെന്ന് ബോണിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അവൾ അക്കാര്യം ലിസിനോട് പറഞ്ഞിട്ട് കൈറോയ്ക്ക് അവിടുത്തെ ബോയ്സിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ അറിയാമല്ലോ, ബാഡ്സ് അവിടെ വർക്ക് ചെയ്യുന്ന കാര്യവും അവനറിയാമല്ലോ, നേരിട്ട് തന്നെ ചോദിച്ച് മനസ്സിലായിക്കോളാൻ ബോണി പറയുന്നു. ബോണി പോയ ശേഷം
ലിസ് കൈറോ തന്നെ ചതിക്കുകയായിരുന്ന ധാരണയിൽ അവനോട് പിണങ്ങിപ്പോകുന്നു. കൈറോ പുറകെ ചെന്ന് ബാഡ്സിൻ്റെ കാര്യം എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഫൗണ്ടറാണെങ്കിലും അവിടുത്തെ കാര്യങ്ങളുടെ ചാർജ് ജേഡൻ ആണ്. ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല എന്നവൻ പറയുന്നു. പക്ഷേ ലിസ് അവനെ വിശ്വസിക്കാൻ തയ്യാറാകാതെ അവിടെ നിന്ന് പോകുന്നു. സ്മൈൽ രാവിലെ ഉണർന്നപ്പോൾ നിൻ്റെ പനി എങ്ങനെയുണ്ട്, നീ ഏത് ഹോസ്പിറ്റലിലാണെന്നൊക്കെ ചോദിച്ച് ഉണ്ണി മെസ്സേജ് അയച്ചിരിക്കുന്നത് കാണുന്നു. ഇന്ന് ബാഡ്സിൻ്റെ കോൺട്രാക്റ്റിൻ്റെ ലാസ്റ്റ് ഡേ അല്ലേ എന്നും അവൾ ചോദിക്കുന്നുണ്ട്. സ്മൈൽ പക്ഷേ റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല. അപ്പോഴേക്കും ബാഡ്സ് ഉണരുന്നുണ്ട്. ഇന്ന് നമ്മുടെ കോൺട്രാക്റ്റ് അവസാനിക്കുമല്ലോ, ഇനി നീ എൻ്റെ ഗേൾഫ്രണ്ട് ആകുമോ എന്ന് ഞാൻ ചോദിച്ചതിന് മറുപടി തരുമോ എന്ന് അവൻ ചോദിക്കുന്നു. സ്മൈൽ എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ വാതിലാരോ മുട്ടുന്നതിനാൽ ബാഡ്സ് എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് പോകുന്നു. ബോണി ആയിരുന്നു പുറത്ത്. ലിസിനെ കണ്ടതും ബോയ് ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞതുമൊക്കെ ബോണി അവനോട് പറയുന്നു. ഞങ്ങൾ ആൾറെഡി ബ്രേക്കപ്പായി, അവൾക്കിപ്പോൾ മറ്റൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് ബാഡ്സ് പറഞ്ഞപ്പോൾ അവൾ നീയുമായി വീണ്ടും അടുക്കാൻ വേണ്ടി മറ്റൊരാളെ ഉപയോഗിച്ച് നോക്കിയതാണ്. പരസ്പരം സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ നിങ്ങൾ തമ്മിലുള്ളൂ എന്ന് പറഞ്ഞ് ബോണി മുറുക്കുള്ളിലേക്ക് കയറുന്നു. അകത്ത് സ്മൈലിനെ കണ്ട് അവൾ വല്ലാതെ ആകുന്നുണ്ട്. പ്രതീക്ഷിക്കാതെ അവൾ അകത്തേക്ക് വന്ന് സ്മൈലിനെ ഞെട്ടിക്കുന്നു. ഇത് നിൻ്റെ കസ്റ്റമറാണോ എന്ന് ബോണി ചോദിച്ചപ്പോൾ ബാഡ്സ് മറുപടി പറയാതെ മടിച്ചു നിൽക്കുന്നതിനാൽ കസ്റ്റമറാണെന്ന് സ്മൈൽ തന്നെ പറയുന്നു. അപ്പോഴാണ് ഞാൻ താഴെയുണ്ട്, ഇങ്ങോട്ടേക്കൊന്ന് ഇറങ്ങി വരുമോ എന്ന് ചോദിച്ച് ലിസിൻ്റെ മെസ്സേജ് ബാഡ്സിന് വന്നത്. സ്മൈലിനോട് വിവരം പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തിരിച്ചു വരുമെന്ന് പറഞ്ഞ് അവൻ ലിസിനടുത്തേക്ക് പോകുന്നു. ബോണി പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ബാഡ്സിൻ്റെ വായിൽ നിന്ന് കൂടി കേട്ടപ്പോൾ അവനെ വിശ്വസിക്കണമെന്ന് അവൻ പലതവണ പറഞ്ഞിട്ട് പോലും വിശ്വസിക്കാതിരുന്നതിന് ലിസ് സോറി പറയുന്നു. നിനക്ക് കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല, നിന്നെ ഞാൻ ഒരുപാട് തവണ വേദനിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ ഭാഗത്തും ഒരുപാട് തെറ്റുണ്ട് എന്ന് പറഞ്ഞ് ബാഡ്സ് അവളെ സമാധാനിപ്പിക്കുന്നു. അവർ തമ്മിൽ സംസാരിക്കുന്നത് ബാൽക്കണിയിൽ നിന്ന് സ്മൈലും ബോണിയും കൂടി കാണുന്നുണ്ടായിരുന്നു. സ്മൈലിന് ബാഡ്സിനെ ഇഷ്ടമാണെന്ന് ബോണി മനസ്സിലാക്കിയിരുന്നു. അവൻ്റെ ക്ലയൻറ്റ്സ് മിക്കവാറും എല്ലാം അവനെ ഇഷ്ടപ്പെടാറുണ്ട്. പക്ഷേ അവൻ്റെ മനസ്സിൽ മറ്റൊരാളുള്ളത് കൊണ്ട് അവനെ മറക്കണം. അവർ തെറ്റിദ്ധാരണയൊക്കെ മാറി ഉടനെ തന്നെ വീണ്ടും ഒരുമിക്കും എന്ന് ബോണി സ്മൈലിനോട് പറയുന്നു. ലിസും ബാഡ്സും പരസ്പരമുള്ള തെറ്റിദ്ധാരണയൊക്കെ തീർത്തെങ്കിലും രണ്ടുപേർക്കും പഴയതുപോലെയുള്ള ഫീലിങ്സ് ഒന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ കാണാമെന്ന് പറഞ്ഞ് രണ്ടുപേരും ഉടൻ തന്നെ പിരിയുന്നുണ്ട്. ബാഡ്സ് മുറിയിലെത്തിയപ്പോൾ സ്മൈൽ പോയിരുന്നു. ബാഡ്സ് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം നോ ആണ് എന്ന് അവനോട് പറയണമെന്ന് സ്മൈൽ ബോണിയെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. ഗേൾഫ്രണ്ട് ആക്കാൻ സമ്മതമല്ല എന്നാണ് അവൾ ഉദ്ദേശിച്ചത്. അവൾ അങ്ങനെ പറഞ്ഞുവെന്ന് ബാഡ്സ് വിഷമത്തോടെ ചോദിക്കുന്നുണ്ട്. കൈറോയുടെ പെർഫോമൻസ് തുടങ്ങിയപ്പോഴേക്കും ലിസ് അവിടെ എത്തിയിരുന്നു. പക്ഷെ അവൻ പാടിത്തീരുന്നതിന് മുമ്പേ അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. കൈറോ കാറിനടുത്തെത്തിയപ്പോൾ ലിസ് അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നിൻ്റെ ബോയ് ഫ്രണ്ടിനോട് സംസാരിച്ച് കഴിഞ്ഞിട്ടും നീ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നത് എന്നെ ചൂസ് ചെയ്തുകൊണ്ടാണോ എന്ന് കൈറോ ചോദിക്കുന്നു. അതുകൊണ്ടല്ല, നിനക്ക് ബാഡ്സ് ബോയ് ഫ്രണ്ടിൽ ജോലി ചെയ്യുന്ന കാര്യം അറിയില്ല എന്ന് നീ പറഞ്ഞ് സത്യം തന്നെയാണോ എന്ന് ഒരിക്കൽ കൂടി ചോദിച്ചറിയാനാണ് ഞാൻ വന്നത് എന്ന് ലിസ് പറയുന്നു. പക്ഷേ ഇത്തവണ കൈറോ അത് നിഷേധിക്കാൻ പോയില്ല. എനിക്കറിയാമായിരുന്നു, ഞാൻ മനഃപൂർവ്വം കള്ളം പറഞ്ഞതാണ്. കാരണം എന്നോട് നോ പറയുന്ന ആദ്യത്തെ ക്ലയൻറ്റ് നീയാണ്. അതുകൊണ്ട് നിന്നെ എങ്ങനെയെങ്കിലും എൻ്റെ വഴിക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ വിചാരിച്ചു. അതിപ്പോൾ വിജയിക്കുകയും ചെയ്തു. നമുക്ക് കോൺട്രാക്റ്റ് ഇവിടെ വെച്ച് ക്യാൻസൽ ചെയ്യാം. നീ ഇത്ര നാളും എന്നെ സന്തോഷിപ്പിച്ചതിന് പകരമായി നിൻ്റെ ഫൈൻ ഞാൻ അടച്ചോളാം എന്ന് കൈറോ പറയുന്നു. ലിസവനെ കുറേ തവണ തല്ലിയിട്ട് അവിടെ നിന്ന് പോകുന്നു. അവൾ പോയപ്പോൾ കൈറോ കരയുന്നുണ്ട്. റൂമിലെത്തിയ ലിസും കരച്ചിൽ തന്നെയാണ്. ബാഡ്സിനെ ഞാൻ അറിയാതെ ഇഷ്ടപ്പെട്ടു പോയി. എന്നെ നിയന്ത്രിക്കാൻ ഞാൻ ശ്രമിച്ചതാണ്, പറ്റിയില്ല, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ഉന്നിയോട് സോറി പറയുന്നു. അവനിപ്പോൾ അവൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോയി. ഉന്നിയെ ചതിച്ചതിന് എനിക്ക് കിട്ടിയ ശിക്ഷയാണെന്നൊക്കെ പറഞ്ഞ് സ്മൈൽ കരഞ്ഞപ്പോൾ നീ വിഷമിക്കേണ്ട, നിനക്ക് അവനെ ഇഷ്ടമായിരിക്കുമെന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. നീ എന്നോട് തുറന്നു പറയട്ടെന്ന് കരുതി ഞാൻ വെയിറ്റ് ചെയ്തതാണ്. നമുക്ക് നമ്മുടെ ഫീലിങ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ എപ്പോഴും നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞ് ഉന്നി അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. സ്മൈലിനോട് നേരിട്ട് സംസാരിക്കാൻ ബാഡ്സ് അവളെ അന്വേഷിച്ച് മുറിയിലെത്തുന്നു. പക്ഷേ അവൾ താമസം മാറിയെന്ന് ഉന്നി അവനെ അറിയിക്കുന്നു. നിനക്ക് നിൻ്റെ ഗേൾഫ്രണ്ടിനെ തിരിച്ചു കിട്ടിയില്ലേ, പിന്നെയും എന്തിനാണ് സ്മൈലിനെ ശല്യം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഉന്നി അവനെ വഴക്ക് പറയുന്നുണ്ട്. ബാഡ്സ് കാര്യങ്ങൾ വിശദമായി പറയാൻ തുടങ്ങിയെങ്കിലും ഉന്നി അവനെ ഒന്നും പറയാൻ സമ്മതിക്കാതെ മുറിയിൽ കയറി വാതിലടയ്ക്കുന്നു. ബാഡ്സ് അവിടെ നിന്ന് തിരിഞ്ഞപ്പോഴാണ് ജേഡൻ അവനെ കാത്തു നിൽക്കുന്നത് കണ്ടത്. നീ റൂൾസ് തെറ്റിച്ച കാര്യം ഞാൻ അറിഞ്ഞു, ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. ഇപ്പോൾ ഞാൻ വന്നത് നിൻ്റെ ജോലിയെക്കുറിച്ച് നിന്നെ ഓർമ്മിപ്പിക്കാനാണ്. ആ ക്ലയൻറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ട് പുതിയ ക്ലയൻറ്റിനെ ഏറ്റെടുക്കാൻ നോക്ക്. നിൻ്റെ കടം വീട്ടണം എന്ന കാര്യം നീ മറക്കണ്ട എന്ന് പറഞ്ഞ് ജേഡൻ അവിടെ നിന്ന് പോകുന്നു. ജേഡൻ ഓഫീസിലെത്തിയപ്പോൾ കൈറോ അവിടെ അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവനെ കടന്ന് കൈറോ ദേഷ്യത്തിൽ അവൻ ഷട്ടിൽ കുത്തിപ്പിടിച്ച് ലിസിൻ്റെ ബോയ് ഫ്രണ്ട് ബാഡ്സ് ആയിരുന്നുവെന്ന് നിനക്ക് അറിയാമായിരുന്നു എന്ന് ചോദിക്കുന്നു. അറിയാമോ ഇല്ല എന്നതൊരു പ്രശ്നമാണോ? റൂൾസ് നീ മറക്കരുത്. ക്ലയൻറ്റിനോട് ഫീലിങ്സ് പാടില്ല എന്ന് നിനക്കറിയില്ലെന്ന് ജേഡൻ ചോദിച്ചപ്പോൾ കൈറോ ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോകുന്നു. സ്മൈൽ താമസം മാറിയെന്ന് ഉന്നി പറഞ്ഞെങ്കിലും അവളെല്ലാം പാക്ക് ചെയ്യുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ബാഡ്സ് അതേ ഹോസ്റ്റലിൽ തന്നെ ആയതുകൊണ്ട് ഇടയ്ക്കിടെ അവനെ ഫേസ് ചെയ്യേണ്ടി വരുമെന്നോർത്താണ് സ്മൈൽ റൂം മാറാൻ തീരുമാനിച്ചത്. ഉന്നി അവളെ പാക്കിങ്ങിന് സഹായിക്കുന്നുണ്ട്. ബാഡ്സിനൊപ്പം ക്ലോയിങ് മെഷീനിൽ നിന്നെടുത്ത പാവ കണ്ടപ്പോൾ സ്മൈലിന് അവനെ മിസ് ചെയ്യുന്നുണ്ട്. പിന്നീടുള്ള കുറച്ച് ദിവസങ്ങൾ എല്ലാവരും പരസ്പരം തെറ്റിദ്ധരിച്ച് കഴിയുകയാണ്. ആരും തുറന്ന് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. ബാഡ്സ് ഒരു ദിവസം ലിസിനോട് ഇഷ്ടം തുറന്നു പറഞ്ഞ് ആ കഫേയിൽ വെറുതെ പോകുന്നുണ്ട്. ലിസും അന്ന് പതിവില്ലാതെ അവിടെ വരുന്നു. അവിടെ വെച്ച് രണ്ടുപേരും തമ്മിൽ കാണുന്നു. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിലും പഴയതുപോലെ അടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ബാഡ്സ് ലിസിനെ അവളുടെ താമസം ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ആ കഫേയിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞ് ലിസ് 2 മൂവി ടിക്കറ്റ് ബാഡ്സിന് നൽകുന്നു. നമുക്ക് ഒരുമിച്ച് സിനിമയ്ക്ക് പോയാലെന്ന് ബാഡ്സ് ചോദിച്ചപ്പോൾ ലിസ് എതിർക്കുന്നില്ല. ക്ലാസ് കഴിഞ്ഞ് ഉന്നി സ്മൈലിൻ്റെ മൂഡ് ഓഫ് മാറ്റാൻ അവളെ ഒരു സിനിമയ്ക്ക് പോകാൻ വിളിച്ചെങ്കിലും പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് സ്മൈൽ ഒഴിഞ്ഞു മാറുന്നു. നിന്നെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. നിനക്ക് ബാഡ്സിനെ മറക്കാൻ കഴിയാത്തതുകൊണ്ടല്ലേ നീ ഇങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുന്നത്. അവനെ മറക്കാൻ ഒരു വഴിയുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഷോർട്ട് ഫിലിം എടുക്കുന്നുണ്ട്. അതിലേക്ക് നായികയെ ആവശ്യമുണ്ട്. ആ റോൾ നിനക്ക് ശരിക്കും ചേരും.
വേറൊരു നായകനൊപ്പം അഭിനയിക്കുമ്പോൾ ബാഡ്സിനെ മറക്കാൻ അത് കൂടുതൽ സഹായിക്കും എന്നൊക്കെ പറഞ്ഞ് ഉന്നി നിർബന്ധിച്ച് അവളെ പിടിച്ചുകൊണ്ട് പോകുന്നു. ലിസിനൊപ്പം സിനിമ കണ്ടിറങ്ങിയ ബാഡ്സ് പുറത്തിറങ്ങിയ ശേഷം സിനിമയെക്കുറിച്ച് നിർത്താതെ ഓരോന്ന് ലിസിനോട് പറയുന്നുണ്ട്. പക്ഷേ അവൻ്റെ ഒപ്പം തിരിച്ച് മറുപടി പറയാൻ കഴിയാതെ അവൾ ബുദ്ധിമുട്ടുന്നു. ഞാൻ ഇന്നലെ രാത്രി ലേറ്റായാണ് ഉറങ്ങിയത്, അതുകൊണ്ട് സിനിമ തുടങ്ങിയപ്പോഴേ ഉറങ്ങിപ്പോയെന്ന് കള്ളം പറഞ്ഞവൾ രക്ഷപ്പെടുന്നു. മുന്നോട്ട് നടന്നപ്പോൾ ക്ലോയിങ് മെഷീൻ കണ്ടപ്പോൾ സ്മൈലിനൊപ്പം അതിൽ നിന്ന് പാവ എടുത്തത് ബാഡ്സിന് ഓർമ്മ വരുന്നു. ബാഡ്സ് അങ്ങോട്ട് നോക്കി നിൽക്കണ്ടപ്പോൾ അതൊക്കെ വെറും പറ്റിക്കലാണ്, അതിൽ നിന്ന് ആർക്കും പാവ എടുക്കാൻ പറ്റില്ല, വെറുതെ സമയം മെനക്കെടുത്താമെന്നേ ഉള്ളൂ എന്ന് ലിസ് പറയുന്നു. എങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ബാഡ്സ് അവളെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ മുമ്പ് സ്മൈൽ അവിടെ നിർത്താതെ ആവശ്യത്തോടെ ഓരോന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചതാണ് അവന് ഓർമ്മ വന്നത്. ഇത്തവണ അവന് പാവ എടുക്കാൻ പറ്റുന്നുമില്ല. ഞാൻ പറഞ്ഞതിപ്പോൾ ശരിയായില്ല എന്ന് ലിസ് ചോദിക്കുന്നു. ബാഡ്സ് അതിന് മറുപടി പറയാതെ ലിസിനോട് നമുക്കൊരു ട്രിപ്പ് പോയാലോ എന്ന് ചോദിക്കുന്നു. ഉന്നി സ്മൈലിനെയും കൊണ്ട് ഷോർട്ട് ഫിലിം ടീമിൻ്റെ അടുത്തെത്തുന്നു. ഡയറക്ടർ അവൾ തൻ്റെ ക്യാരക്ടറിന് പറ്റിയ ആൾ തന്നെയാണ് എന്ന് പറഞ്ഞ് സ്മൈലിനെ ചൂസ് ചെയ്യുന്നു. ഷോർട്ട് ഫിലിം പ്രേതങ്ങളെക്കുറിച്ചുള്ളതാണ് എന്നറിഞ്ഞപ്പോൾ സ്മൈൽ പേടിക്കുന്നുണ്ട്. പക്ഷേ നായകൻ ആരാണെന്നറിയുമ്പോൾ നിൻ്റെ പേടിയൊക്കെ മാറും എന്ന് ഉന്നി പറയുന്നു. നായകൻ കൈറോ ആണെന്ന് സ്മൈൽ അപ്പോഴാണ് അറിയുന്നത്. തിരിച്ചു പോകുന്ന വഴി ഉന്നിയെ അവൾ ശരിക്കും തെറി വിളിക്കുന്നുണ്ട്. പക്ഷേ ബാഡ്സിനെ മറക്കാൻ ഇപ്പോൾ ഏറ്റവും നല്ല വഴി ഇതാണ് എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഉന്നി അവളെ കൊണ്ട് സമ്മതിപ്പിക്കുന്നു. ബാഡ്സ് ലിസിനെയും കൊണ്ട് ബീച്ചിലേക്കാണ് പോയത്. ലിസിന് അവിടെ കൈറോയ്ക്കൊപ്പം വന്നതാണ് അപ്പോൾ ഓർമ്മ വന്നത്. അന്ന് കൈറോയ്ക്കൊപ്പം വെള്ളത്തിലിറങ്ങി കളിച്ചതുപോലെ ലിസ് ബാഡ്സിനൊപ്പം വെള്ളത്തിലിറങ്ങി കളിക്കുന്നു. കളികൾക്കിടയിൽ മുമ്പ് കൈറോയ്ക്കൊപ്പം കപ്പിൾമാല അവളുടെ കഴുത്തിൽ നിന്ന് വെള്ളത്തിൽ നഷ്ടപ്പെടുന്നുണ്ട്. ബാഡ്സ് അത് തിരയാൻ തുടങ്ങിയെങ്കിലും ലിസ് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവനെ തടയുന്നു. രാത്രി ബീച്ചിലിരുന്നപ്പോൾ ഇന്ന് നല്ല രസമുണ്ടായിരുന്നു. പണ്ടേ ബീച്ചിൽ ഒരുമിച്ച് വരേണ്ടതായിരുന്നു എന്ന് ബാഡ്സ് പറയുന്നു. നീ എന്നെ എപ്പോഴും മൗണ്ടൻസിലല്ലേ കൊണ്ടുപോകാറ്, എനിക്ക് ബീച്ചാണ് ഇഷ്ടമെന്ന് ലിസ് പറഞ്ഞപ്പോൾ അന്ന് നിനക്ക് വെള്ളത്തിൽ ഇറങ്ങുന്നത് ഇഷ്ടമല്ലായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ മൗണ്ടൻസിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എനിക്ക് ശരിക്കും ബീച്ചിൽ വരാനായിരുന്നു ഇഷ്ടം. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കഴിഞ്ഞതൊന്നും പാസ്റ്റിലേക്ക് തിരിച്ചുപോയി നമുക്ക് മാറ്റിമറിക്കാൻ കഴിയില്ലല്ലോ, ഇനി വരാനിരിക്കുന്നത് ശ്രദ്ധിക്കാം എന്ന് ബാഡ്സ് പറയുന്നു. നിനക്കിപ്പോഴും എന്നോട് ഇഷ്ടമുണ്ടോ എന്ന് ലിസ്റ്റ് ചോദിച്ചപ്പോൾ നിന്റെ കാര്യം എന്താണെന്ന് ബാഡ്സ് തിരിച്ചു ചോദിക്കുന്നു. അത് ടെസ്റ്റ് ചെയ്യാനെന്നോളം രണ്ടുപേരും കിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ലിസിൻ്റെ മനസ്സിൽ കൈറോയുടെ മുഖവും ബാഡ്സിൻ്റെ മനസ്സിൽ സ്മൈലിൻ്റെ മുഖവുമാണ് തെളിഞ്ഞത്. ലിസ് കരഞ്ഞുകൊണ്ട് പിന്മാറിയിട്ട് ബാഡ്സിനോട് സോറി പറയുന്നു. സോറി പറയേണ്ട ആവശ്യമില്ല, എനിക്കും നിന്നെ പഴയതുപോലെ കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അവനവളുടെ കണ്ണുനീർ തുടയ്ക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇന്നലെയും ഇന്നുമായി ബർത്ത്ഡേ ആഘോഷിക്കുന്ന സൻഹ ജേണി, സുരഭി ജിനീഷ്, വിധു എന്നിവർക്ക് കൊറിയൻ മെല്ലൂസിൻ്റെ ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക.